യശോദേ, ഈ വീട്ടിൽ നമ്മൾ അറിയാതെ പാതിരാത്രിയിൽ ആരൊക്കെയാ വന്നു പോകുന്നതെന്ന് ഇവളോടൊന്ന് ചോദിച്ചു നോക്ക്. ആരാടി അവൻ? എത്ര കാലമായി അവനോട് വരാൻ തുടങ്ങിയിട്ട്? നീ എന്താടി കരുതിയിരിക്കുന്നേ? നീ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്നോ? രാധിക മോള് നല്ലത് മാത്രമേ ചെയ്യുള്ളെന്ന് ദേവനെ കൊണ്ടും യശോദയെ കൊണ്ടും പറയിപ്പിച്ചിട്ട് നിനക്ക് വേണ്ടതൊക്കെ നീ ചെയ്യുന്നുണ്ട്. എന്നടി ഒന്നും മിണ്ടാത്തെ? നിനക്കൊക്കെ തിരിച്ചറിവ് വരണമെങ്കിൽ ഇവളെയും വേറെ ഏതെങ്കിലും ആണുങ്ങളെയും കൂടി നാട്ടുകാരെ പിടിച്ച് മുമ്പിൽ നിർത്തി തരണം. അമ്മ, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ എന്റെ ഭാഗത്താണോടി തെറ്റ്? പറയടി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടി. നിന്നെ പെറ്റിട്ടവളില്ലേ, അവളെ പറയണം. ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ അമ്മയ്ക്ക് സമ്മാനിച്ചതാവും നിന്നെ. അപ്പൊ പിന്നെ രക്തത്തിന്റെ സ്വഭാവം കാണിക്കണമല്ലോ. പക്ഷെ അത് ഇവിടെ ഈ കുടുംബത്തിൽ നടക്കില്ല. യശോദേ, എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഇവളെ അടിച്ചിറക്കിയില്ലെങ്കിൽ നീയും ദേവനും ഒക്കെ നാണം കെട്ടി ചാകേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. മുത്തശ്ശിയുടെ കണ്ണിൽ കണ്ടത് സത്യമല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ഇക്കാര്യത്തിൽ അമ്മ പറയുന്നതിന് ഞാൻ എതിർക്കില്ല. പറയേ, ഭഗവാന്റെ മുമ്പിലും നിന്റെ മോൾക്ക് വേണ്ടി കള്ളം പറയാനാണോ നിന്റെ ഉദ്ദേശം? അമ്മേ, ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണിൽ വെച്ച് ചിലത് കണ്ടു. വരുണിന്റെയും പ്രിയങ്കയുടെയും രാധികയുടെയും ഇടയിൽ നടന്ന കാര്യങ്ങൾ അറിയാവുന്നത് എനിക്കും അമ്മയ്ക്കും മാത്രമാ. എനിക്ക് പേടിയുണ്ടമ്മേ, ഫലിതാക്കത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ വീണു പോണത്. എന്താ നീ കണ്ടത്? അത് നമ്മൾ ഒന്നിച്ച് പ്രിയങ്ക കണ്ടാലും കാണട്ടെ എന്നങ്ങ് വിചാരിക്കണം. പ്രിയങ്കയല്ല, ഈ ലോകത്ത് ആര് കണ്ടാലും എനിക്കത് പ്രശ്നമല്ല. ഇതെന്റെ അവകാശമാണ്. താലി കിട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ അവകാശമാണ്. ഞാൻ കുറച്ച് ദൂരെയാണ്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ. വരുണിന്റെ മനസ്സിൽ അത് ഉറച്ചു കിടക്കുക. പ്രിയങ്ക മോൾ ഒപ്പം താമസിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ എപ്പോഴും രാധികയാണ്. ഇതെങ്ങനെയമ്മേ ഞാൻ സഹിക്കുന്നത്? നമ്മളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ദുരന്തമല്ലേ ഇത്? യശോദേ, തലയ്ക്ക് തീ പിടിച്ചാലും അതിനും ഒരു പരിഹാരം ഉണ്ടായേ പറ്റും. പ്രിയങ്കമോളുടെ ജീവിതത്തിനെ കുറിച്ച്
നമ്മൾ ഗൗരവമായി ചിന്തിച്ചേ പറ്റൂ. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. രാധിക ഇവിടുന്ന് പോകണം. അമ്മേ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരണം നമ്മുടെ മുൻപിൽ നടക്കും. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാനാവാത്ത അവസ്ഥയില് ഞാനിനി ആ തീരുമാനമെടുക്കാൻ പോവാ. അവളിനി ആറ്റുവാശ്ശേരിയിൽ വേണ്ട. ഇതാരാമേ ഈ വരുന്ന ആൾക്കാര്? അവരെ എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എടാ, അവര് കുറച്ച് ദൂരെയുള്ളവരാ. നല്ല കുടുംബമാ, നല്ല സാമ്പത്തിക സ്ഥിതിയാ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അമ്മ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചത്? അത്യാവശ്യമാണെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മേനോത്തെ സുഭദ്രയില്ലേ, സുഭദ്രയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ സുഭദ്രയാ പറഞ്ഞത്. ആ, അവളെന്തായാലും നമുക്ക് ചേരാത്തൊരു ബന്ധം പറയില്ലല്ലോ. ആ, ആരാന്ന് വെച്ചാ വരട്ടെ. ഒക്കൊന്ന് വെച്ചാ നടത്താം. ഇനി ഒക്കുമോ ഇല്ലയോന്നൊന്നുമില്ല, നടത്തുക, അത്ര തന്നെ. അത് ശരിയാവില്ലേ? വിവാഹമൊക്കെ നമ്മുടെ നിർബന്ധമാണ്. പക്ഷേ എന്റെ മകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ അവളുടെ തലയിൽ ഞാൻ കെട്ടിവെക്കില്ല. അതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുകയും വേണ്ട. എടാ, പെമ്പിള്ളേരെ മടിയിലിരുത്തി കൊഞ്ചിക്കുമ്പോഴേ 7 കടലും കടന്ന് 7 കുതിര പൂട്ടിയ രഥത്തിലിരുന്ന് ഒരു രാജകുമാരൻ വരുമെന്നൊക്കെ നമ്മൾ പറയും. അത് കഥയാ. കാര്യം നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നതാ.